ഹലോ ട്രേഡേഴ്സ്, വെൽക്കം. നമ്മുടെ എൻഡ് ഓഫ് ഡേ ചാർട്ട് അനാലിസിസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് എൻഡ് ഓഫ് ഡേ ചാർട്ട് അനാലിസിസ് എന്താണെന്നും നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് ചാർട്ട് ഡ്രോയിങ്സ് എന്താണെന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാനവിടെ ലിങ്ക് ആയി ബട്ടണിൽ കൊടുക്കാം. ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണത്. ഓക്കെ, നമുക്കപ്പോൾ ഇന്നത്തെ നിഫ്റ്റി സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഓവറോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റ് ഒരു ബെയറിഷ് സെന്റിമെന്റ്സ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നിഫ്റ്റി ഇന്നൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതായത് പ്രീവിയസ് ഡേ ലോനേക്കാളും താഴെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇന്നത്തെ CPR നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു വൈഡ് CPR ആയിരുന്നു. അപ്പോൾ CPRന്റെ അടുത്ത് പോവുകയാണെങ്കിൽ നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന നമുക്ക് ഒരു ധാരണ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ EMA നോക്കുകയാണെങ്കിൽ ഒരു സ്ലോപ്പിംഗ് EMA ആയിരുന്നു. അപ്പോൾ അതും നമുക്ക് നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ട്രേഡ് വരുന്നത് അത് തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ എടുത്ത സെയിം EMA റീട്രേസ്മെന്റ് ആണ് നമുക്ക് നിഫ്റ്റിനകത്ത് വന്നത്. ആ ഒരു ട്രേഡ് ട്രിഗർ ആവുന്നത് ഈ ഒരു ക്യാൻഡിൽ, അതായത് 12 മണിയുടെ കറക്റ്റ് 12 മണിയുടെ ക്യാൻഡിലാണ് നമ്മുടെ ട്രേഡ് ട്രിഗർ ആവുന്നത്. ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഒരു ക്യാൻഡിൽ നമ്മൾ, അതായത് സ്ലോപ്പിംഗ് EMA നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മാർക്കറ്റ് ഒരിക്കലും ഡയറക്റ്റ്ലി ഇങ്ങനെ താഴോട്ട് ക്രാഷ് ആയിക്കൊണ്ടിരിക്കില്ല. മാർക്കറ്റ് എപ്പോഴും ഒരു റീട്രേസ്മെന്റ് എടുത്തിട്ടാണ് പോകുന്നത്. നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണാം, ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കണ്ടോ, അതായത് ലോവർ ഹൈ കണ്ടോ, ലോവർ ഹൈ അങ്ങനെയാണ് പോകുന്നത്. അപ്പം നമ്മുടെ ട്രേഡ് ട്രിഗർ ആവുന്നത് പെർഫെക്റ്റ്ലി എപ്പോഴാണോ നമ്മുടെ EMAയിൽ ആ ഒരു ക്യാൻഡിൽ ടച്ച് ചെയ്തിട്ട് റെസിസ്റ്റൻസ് എടുക്കുന്നത്, അവിടെയാണ് നമ്മുടെ എൻട്രി. പിന്നെ നമ്മൾ പറയാനുള്ള പോലെ നമ്മൾ EMAയിൽ മാത്രം ഒരു റെസിസ്റ്റൻസ് എടുത്താൽ നമ്മൾ എൻട്രി എടുക്കില്ല. അങ്ങനെയായിരുന്നു നമുക്ക് ഇവിടെ എല്ലാം എൻട്രി എടുക്കായിരുന്നു. പക്ഷെ നമ്മൾ എപ്പോഴും ഒരു ഡബിൾ കൺഫർമേഷൻ വെയിറ്റ് ചെയ്യും. നമ്മുടെ ഡബിൾ കൺഫർമേഷൻ എന്ന് പറയുന്നത് ഈ ഒരു S1 പിവറ്റ് കണ്ടോ, അത് ഇവിടെ നമുക്ക് S1 പിവറ്റിന്റെ ഒരു റെസിസ്റ്റൻസ് കൂടെ കിട്ടും. അപ്പോൾ നമുക്കൊരു ഷോർട്ടിംഗ് ഓപ്പർച്യൂണിറ്റി, അതായത് പുട്ട് ഓപ്ഷൻ ആണ് ബൈ ചെയ്തത്. ഈ ഒരു ക്യാൻഡിലിന്റെ ക്ലോസിലാണ് നമ്മുടെ എൻട്രി വരുന്നത്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിൽ നമ്മൾ കീപ്പ് ചെയ്യണം. ഈ ക്യാൻഡിലിന്റെ മുകളിലല്ല, നമ്മുടെ ഒരു S1 പിവറ്റിന്റെ മുകളിൽ, കാരണം അതൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഒരു 1:2 റിസ്ക് റിവാർഡ് നമുക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാൻഡിൽ, അതായത് ഈ ഒരു ലെവലിൽ നമ്മുടെ 1:2 റിസ്ക് റിവാർഡ് നമുക്ക് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് ഉണ്ടായിരുന്ന ട്രേഡ് EMA റീട്രേസ്മെന്റ് ആണ്. അതിനുശേഷം മാർക്കറ്റ് പിന്നൊന്ന് ബൗൺസ് ചെയ്തിട്ട് വലിയൊരു ക്രാഷ് ആണ് ഉണ്ടായത്. ഓക്കെ, നമുക്ക് ഈ നെക്സ്റ്റ് ബാങ്ക് നിഫ്റ്റി നോക്കാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ ഏകദേശം നിഫ്റ്റി പോലെ തന്നെയാണ് ഓപ്പൺ ആയത്. ഒരു പ്രീവിയസ് ഡേ ലോന്റെ താഴെയാണ് ഓപ്പൺ ആയത്. അതിനുശേഷം ഒന്ന് മുകളിലോട്ട് പോയി CPRൽ ഒരു റെസിസ്റ്റൻസ് എടുത്തു. പക്ഷെ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് നമ്മൾ കൺസിഡർ ചെയ്തില്ല. കാരണം CPR നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡ് ആണ്. ഓക്കെ, നമ്മളപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഫസ്റ്റ്, അതായത് ഈ ബോട്ടം CPRൽ തന്നെ നമുക്ക് റിവേഴ്സൽ വന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ട്രേഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഭയങ്കര വലുതായിരിക്കും കണ്ടോ. ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇത്രയും അറ്റ്ലീസ്റ്റ് നമ്മൾ ഈ ഒരു സെക്കൻഡ് CPRന്റെ മുകളിലെങ്കിലും നമ്മൾ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യണം. അതായത് ഒരു 300 പോയിന്റ് ബാങ്ക് നിഫ്റ്റിയിൽ അതൊരു വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. അപ്പൊ അതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യാത്ത, അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്യാൻഡിൽ ഇതിൽ ടച്ച് ചെയ്തിട്ടാണ് റിവേഴ്സൽ വന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ട്രേഡ് കൺസിഡർ ചെയ്തേനെ. അപ്പൊ നമ്മൾ വെയിറ്റ് ചെയ്യായിരുന്നു അടുത്തൊരു ട്രേഡിന് വേണ്ടിയിട്ട്. പക്ഷെ അധികം വൈകാതെ തന്നെ നമുക്ക് അടുത്തൊരു ട്രേഡ് നമുക്ക് ട്രിഗർ ആയി. ഈ ഒരു സ്ലോ നമ്മൾ പറയുന്ന പോലെ തന്നെ സെയിം സെറ്റപ്പ് തന്നെയായിരുന്നു EMA റീട്രേസ്മെന്റ്. അതായത് ഈ ഒരു സ്റ്റോപ്പിംഗ് EMAയിൽ ഈ ഒരു ക്യാൻഡിൽ, ഈ ഒരു ക്യാൻഡിൽ കറക്റ്റ് കണ്ടോ EMAയിൽ ടച്ച് ചെയ്തു. അപ്പോൾ നമുക്കൊരു ഡബിൾ കൺഫർമേഷൻ ഇവിടെ പ്രീവിയസ് ഡേ ലോ ഉണ്ടായിരുന്നു. ഈ ഒരു ബ്ലൂ ലൈൻ കണ്ടോ, ഈ ബ്ലൂ സോളിഡ് ലൈൻ നമ്മുടെ പ്രീവിയസ് ഡേ ലോ ആണ്. അപ്പോൾ ഇവിടെ പ്രീവിയസ് ഡേ ലോ ബ്രേക്ക് ചെയ്തു. ഇനി ഇതിനൊരു റെസിസ്റ്റൻസ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. നമ്മുടെ ബേസിക് പ്രൈസ് ആക്ഷൻ, അതായത് ഒരു സപ്പോർട്ടിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുള്ള ഇതിൽ നമ്മൾ ഈ ഒരു ക്യാൻഡിൽ ക്ലോസിൽ ആണ് നമ്മൾ എൻട്രി. ഷോർട്ട് പൊസിഷൻ ആണ്, അതായത് പുട്ട് ഓപ്ഷൻ ആണ് ബൈ ചെയ്തത്. ഇവിടെ നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ഒരു ക്യാൻഡിലിന്റെ കുറച്ച് മുകളിൽ, ഈ ഒരു EMAയുടെ മുകളിലായിട്ട് ഇവിടെയാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡബിൾ കൺഫർമേഷൻ ക്ലിയർ ആയെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ നിഫ്റ്റിയിലെ ട്രേഡിൽ നമ്മൾ S1 പിവറ്റിനാണ് നമ്മുടെ ഒരു ഡബിൾ കൺഫർമേഷൻ വേണ്ടി യൂസ് ചെയ്തത്. ഇവിടെ നമ്മൾ പ്രീവിയസ് ഡേ ലോവിനാണ് നമ്മൾ ഡബിൾ കൺഫർമേഷൻ വേണ്ടി യൂസ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഇതിൽ ഒരു കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ആക്ച്വലി ഈ ഒരു ട്രേഡ് വർക്കൗട്ട് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ നമുക്കൊരു 1:2 അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഒരു ഏകദേശം ഈ ഒരു സമയത്താണ് നമുക്ക് 1:2 കിട്ടിയത്. ഓക്കെ, അത്രയേ ഉള്ളൂ. വേറെ അതിന് ശേഷം പിന്നെ മാർക്കറ്റ് അവിടെ നിന്ന് ഒരു വലിയൊരു ക്രാഷ് ആണ് ഉണ്ടായത്. നമുക്ക് വേറെ ഓപ്പർച്യൂണിറ്റി ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇന്ന് 2 ട്രേഡാണ്, രണ്ടും നമ്മൾ 1:2 റിസ്ക് റിവാർഡ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ഓക്കെ, ബൈ.